പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ് ഡബ്ല്യുഡബ്ല്യുഇയുടെ അടുത്ത ഞായറാഴ്ച നടക്കാൻ പോകുന്ന ബാഡ് ബ്ലഡ് 2024 എന്ന പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ മാച്ച് കാർഡ് പ്രൊഡിക്ഷൻസ് ആണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അത് തുടങ്ങുന്ന സമയമാണ്. സാധാരണ അമേരിക്കയിൽ നടക്കുന്ന ഷോ 4:30-ക്കോ 5:30-ക്കോ ആണ് പുലർച്ചെ ആരംഭിക്കാറുള്ളത്. എന്നാൽ ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റ് ആരംഭിക്കുന്ന സമയം പുലർച്ചെ 3:30-ക്കാണ്. അടുത്ത ഞായറാഴ്ച പുലർച്ചെ 3:30 മുതലാണ് നമുക്ക് സോണി ചാനലുകൾ വഴി ഈ ഷോ ലൈവായി കാണാൻ സാധിക്കുക. മൊബൈൽ ഉപയോഗിച്ച് കാണുന്നവർക്കാണെങ്കിൽ സോണി ലിവ് എന്ന് പറയുന്ന സ്ട്രീമിംഗ് ആപ്ലിക്കേഷൻ വഴി കാണാവുന്നതാണ്. ഇനി അഥവാ തേർഡ് പാർട്ടി സൈറ്റുകൾ ഉപയോഗിക്കാൻ താല്പര്യമുള്ളവർക്ക് വാച്ച് റെസ്ലിംഗ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടുന്ന സെർവർ ഉപയോഗിച്ചും കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന മാച്ച് കാർഡ്സ് എന്ന് പറയുന്നത് 5 എണ്ണമാണ്. 5 മത്സരങ്ങളാണ് ഒഫീഷ്യലായി കൺഫേം ചെയ്തിട്ടുള്ളത്. അതിൽ ആദ്യത്തേത് വുമൻസ് ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. ഏറ്റവും ലേറ്റസ്റ്റായി കൺഫേം ചെയ്തിരിക്കുന്ന ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നയ ജാക്സ് എന്ന് പറയുന്ന ചാമ്പ്യൻ ബെയ്ലി എന്ന നമ്പർ 1 കണ്ടന്ററിനെതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്നത്. ഓൾറെഡി സമ്മർ സ്ലാമിൽ നടന്ന മത്സരത്തിൽ ബെയ്ലിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അന്നത്തെ ക്വീൻ ഓഫ് ദ റിംഗ് ടൂർണമെൻറ്റ് വിജയിച്ച നയ ജാക്സ് പുതിയ വുമൻസ് ചാമ്പ്യൻ ആകുന്നത്. അപ്പോൾ ബെയ്ലിക്കൊരു റീമാച്ച് കൂടി കിട്ടുന്ന മത്സരമാണ് ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നടക്കാൻ പോകുന്നത്. ടിഫനി സ്ട്രാറ്റിൻ്റെ മിസ്സിസ് മണി ഇൻ ദ ബാങ്ക് ബ്രീഫ് കേസ് ഉപയോഗിച്ചുകൊണ്ടുള്ള ചില മൊമെൻറ്റ്സ് നമുക്ക് ഈ ഒരു മത്സരത്തിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ടിഫനി ക്യാഷിൻ ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ടിഫനിയുടെ ഒരു ഇൻവോൾവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ്. നയ ജാക്സ് ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത. നിങ്ങളുടെ പ്രൊഡിക്ഷൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. രണ്ടാമത്തെ മാച്ച് കാർഡ് എന്ന് പറയുന്നത് നിലവിലെ വുമൻസിൻ്റെ വേൾഡ് ചാമ്പ്യനായ ലിവ് മോർഗൻ റിയ റിപ്ലിക്കെതിരെ ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്യുന്ന ചാമ്പ്യൻഷിപ്പ് മത്സരമാണ്. പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഡൊമിനിക് മെയ്സ്റ്റീരിയോ ഷാർക്ക് കേജിൻ്റെ ഉള്ളിലായിരിക്കും. ഡൊമിനിക് മെയ്സ്റ്റീരിയോയുടെ ഒരു സഹായം മത്സരത്തിൽ ഉടനീളം ലിവ് മോർഗന് ലഭിക്കില്ല. അപ്പോൾ ഷാർക്ക് കേജിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന ഡൊമിനിക് മെയ്സ്റ്റീരിയോയുടെ സഹായം ലഭിക്കാതെ ലിവ് മോർഗൻ എങ്ങനെ റിയ റിപ്ലിക്കെതിരെ പിടിച്ചു നിൽക്കും എന്നുള്ളതാണ് മത്സരത്തിൽ നമുക്ക് കാണാൻ സാധിക്കാവുന്ന ഒരു സ്റ്റോറി ലൈൻ. ലിവ് മോർഗൻ ടൈറ്റിൽ റിട്ടേൺ ചെയ്യാൻ തന്നെയാണ് സാധ്യത കൂടുതലുള്ളത്. അതിന് 2 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന്, മറ്റ് ജഡ്ജ്മെൻറ്റിൻ്റെ ടീം അംഗങ്ങളുടെ ഒരു സഹായം ലഭിച്ചേക്കാം. രണ്ടാമത്തേത്, റെഗിൽ റോഡ്രിഗസ് എന്ന് പറയുന്ന താരത്തിൻ്റെ ഇഞ്ചുറി എല്ലാം മാറി എന്നാണ് നിലവിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ റെഗിൽ റോഡ്രിഗസിൻ്റെ ഒരു തിരിച്ചുവരവ്, റെഗിൽ റോഡ്രിഗസ് വന്ന് റിയ റിപ്ലിക്കെതിരെ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാക്കുന്നു. അതിലൂടെ ലിവ് മോർഗൻ ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നു. അപ്പോൾ റെഗിൽ റോഡ്രിഗസ് വേഴ്സസ് റിയ റിപ്ലി തമ്മിലുള്ള ഒരു സ്റ്റോറിയും ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റിലൂടെ ആരംഭിക്കാൻ സാധ്യതയുണ്ട്. ലിവ് മോർഗൻ എങ്ങനെയെങ്കിലും ടൈറ്റിൽ റിട്ടേൺ ചെയ്യുമെന്നാണ് എൻ്റെ പ്രൊഡിക്ഷൻ. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മൂന്നാമത്തെ മത്സരം നിലവിലെ വേൾഡ് ടാഗ് ടീം ചാമ്പ്യന്മാരിൽ ഒരാളായ ഫിൻ ബലറും ഡാമിൻ പ്രീസ്റ്റും തമ്മിലുള്ള സിംഗിൾസ് മത്സരമാണ്. മുൻപ് ടാഗ് ടീം ചാമ്പ്യന്മാരൊക്കെ ആയിരുന്ന ഇരുവരും തമ്മിലുള്ള ഈ ഒരു ഫ്യൂഡ് ഇപ്പോൾ ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റിലെ ഒരു സിംഗിൾസ് മത്സരത്തിലേക്ക് എത്തിയിരിക്കുന്നു. വളരെ ഒരു വാശിയേറിയ മത്സരം ഇരുവർക്കിടയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. നിലവിൽ ഈ വിജയം ആർക്ക് അനുകൂലമായിട്ട് കൊടുക്കണം എന്നുള്ളൊരു സംശയം ക്രിയേറ്റീവ് ടീമിൻ്റെ ഇടയിലുണ്ടാകും. കാരണം ഡാമിൻ പ്രീസ്റ്റ് വമ്പൻ പുഷ് ലഭിച്ചിട്ടാണ് ഇപ്പോൾ വന്നു നിൽക്കുന്നത്. ഫിൻ ബലർ ആണെങ്കിൽ അങ്ങനെ ഇൻഡിവിജ്വൽ തലത്തിൽ വലിയ പുഷൊന്നും ഈ അടുത്ത് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ലഭിച്ചിട്ടില്ല. അപ്പോൾ ഫിൻ ബലർ എന്ന വെറ്ററൻ റെസ്ലറിനെ വിജയിപ്പിക്കണോ അതോ ഇനി 2-3 വർഷം കൂടി ഡബ്ല്യുഡബ്ല്യുഇയിൽ ഇതേ രീതിയിൽ പുഷ് ചെയ്യാൻ സാധിക്കുന്ന ഡാമിൻ പ്രീസ്റ്റിനെ വിജയിപ്പിക്കണോ എന്നുള്ള വലിയൊരു സംശയം എല്ലാവരുടെയും മനസ്സിലുണ്ടാകും. അതുകൊണ്ട് തന്നെ ഒരു 50-50 പ്രഡിക്ഷൻ ഞാൻ ഈ ഒരു മത്സരത്തിന് പങ്കുവെക്കുന്നത്. എന്നാലും ഒരാളെ സെലക്ട് ചെയ്യാൻ പറഞ്ഞാൽ ഞാൻ ഫിൻ ബലറിനെ ആയിരിക്കും സെലക്ട് ചെയ്യുക. ഫിൻ ബലർ വിജയിക്കാനാണ് സാധ്യത കൂടുതലുള്ളത്. അല്ലെങ്കിൽ ഫിൻ ബലറിനാണ് ഈ ഒരു വിജയം കൂടുതലും കൊടുക്കേണ്ടത് എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. ഫിൻ ബലറിൻ്റെ ഒരു ആരാധകനും കൂടിയാണ് ഞാൻ. അപ്പോൾ ഫിൻ ബലർ വിജയിക്കുന്നതായിരിക്കും കാണാൻ സാധിക്കുക. മറ്റ് ജഡ്ജ്മെൻറ്റിൻ്റെ ടീം അംഗങ്ങളുടെ ഒരു സഹായം എന്തായാലും ഫിൻ ബലറിന് ലഭിക്കും എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ ഒരു ക്ലീൻ ആയിട്ടുള്ള വിജയം ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും ഫിൻ ബലർ വിജയിച്ചേക്കാം. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 4ാമത്തെ മത്സരം ഒരു ഹെൽ ഇൻ എ സെൽ മത്സരമാണ്. CM പങ്ക് വേഴ്സസ് ഡ്രൂ മാക്കിൻറ്റയർ തമ്മിലുള്ള ഇവരുടെ സ്റ്റോറി അനുസരിച്ചുള്ള 3ാമത്തെ മത്സരം. ഈ ഒരു മത്സരം അവസാനിക്കുന്നതോടുകൂടി CM പങ്കിൻ്റെയും ഡ്രൂ മാക്കിൻറ്റയറിൻ്റെയും തമ്മിലുള്ള ആ ഒരു ഫ്യൂഡ് അവസാനിക്കും. ഈ മത്സരത്തിൽ എൻ്റെ പ്രൊഡിക്ഷൻ CM പങ്ക് വിജയിക്കുമെന്നാണ്. ഹെൽ ഇൻ എ സെൽ മത്സരമായതുകൊണ്ട് തന്നെ ഈ മത്സരമായിരിക്കും ബാഡ് ബ്ലഡ് പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ മെയിൻ ഇവൻറ്റിൽ എന്നാണ് എല്ലാവരും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് വന്ന മത്സരങ്ങൾ ഈ ഒരു മത്സരം മെയിൻ ഇവൻറ്റിലേക്ക് വരാതിരിക്കാനുള്ള ഒരു കാരണമായി മാറിയിട്ടുണ്ട്. ചിലപ്പോൾ ഒരു ഓപ്പണിംഗ് മാച്ചായിട്ട് ഈ ഒരു ഹെൽ ഇൻ എ സെൽ മത്സരം നടന്നേക്കാം. മത്സരത്തിൽ ഒരു ചോരയൊക്കെ നമുക്ക് കാണാവുന്നതാണ്. മത്സരം അതിഗംഭീരമായിരിക്കും. ഈ
പ്രീമിയം ലൈവ് ഇവന്റിലെ ഏറ്റവും മികച്ച മത്സരവും ഈ ഹെൽ ഇൻ എ സെൽ മത്സരമായിരിക്കാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ ഹെൽ ഇൻ എ സെൽ മത്സരത്തിൽ CM Punk വിജയിക്കുന്നതോടുകൂടി ഈ സ്റ്റോറി 2 വിജയം CM Punk കരസ്ഥമാക്കുന്നു. CM Punk പിന്നീട് ചാമ്പ്യൻഷിപ്പ് സ്റ്റോറി ലൈനിലേക്ക് പോകുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. 5ാമത്തെ മത്സരം മെയിൻ ഇവന്റ് സാധ്യത കൂടുതലുള്ള മത്സരം ഒരു ടാഗ് ടീം മത്സരമാണ്. റോമൻ റീൻസും നിലവിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യനായ കോഡി റോഡ്സും ടീമായിക്കൊണ്ട് പ്ലേ-ഇൻ ഗ്രൂപ്പിലെ സോളോ സിക്കോവിയെയും ജേക്കബ് ഫാറ്റുവിനെയും നേരിടുന്ന ഒരു ടാഗ് ടീം മത്സരത്തിൽ ഒറ്റയടിക്ക് പ്രഡിക്ഷൻ പറയുകയാണെങ്കിൽ റോമൻ റീൻസിൻ്റെയും കോഡിയുടെയും ടീം വിജയിക്കുമെന്നാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത്. ഈ മത്സരത്തിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ചില സർപ്രൈസുകളിൽ ഒന്ന് ജിമ്മി ഊസോയുടെ തിരിച്ചുവരവ്, അല്ലെങ്കിൽ പോൾ ഹേമൻ്റെ തിരിച്ചുവരവ്. അതുമല്ലെങ്കിൽ പ്ലേ-ഇൻ ഗ്രൂപ്പിലേക്ക് ഒരു പുതിയ മെമ്പർ ഹിക്കലയോയാണ് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഹിക്കലയോ ഡയറക്റ്റ് NXTയിലേക്ക് പോകുന്നു എന്നാണ് ലേറ്റസ്റ്റായി നമുക്ക് ലഭിച്ച ഒരു അപ്ഡേറ്റ്. അപ്പോൾ ജിമ്മിയുടെയോ അല്ലെങ്കിൽ പോൾ ഹേമൻ്റെയോ ഇവരിൽ ആരെങ്കിലും ഒരു തിരിച്ചറിവ്, ആ ഒരു തിരിച്ചറിവിൻ്റെ ഒരു ഡിസ്ട്രാക്ഷൻ അതുമൂലം റോമൻ റീൻസിൻ്റെ ടീം വിജയിക്കുന്നതായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. പ്ലേ-ഇനെതിരെയുള്ള ഈ ഒരു സ്റ്റോറി ഇവിടം കൊണ്ട് അവസാനിക്കില്ല, അത് മുന്നോട്ട് പോകും. മിക്കവാറും സർവൈവർ സീരീസ് വാർ ഗെയിംസിലൂടെയാണ് അത് അവസാനിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് പങ്കുവെക്കാനുള്ള പ്രഡിക്ഷൻസ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.